ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സ്ക്വയറും സ്ക്വയർ റൂട്ടും കണ്ടുപിടിക്കുന്ന എളുപ്പമാർഗ്ഗമാണ് നോക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം. ഇപ്പം നമുക്കൊരു സംഖ്യ ഇപ്പോൾ 625നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതിന് പകരം എളുപ്പമാർഗ്ഗം എന്താണെന്നറിയോ? 625നെ അതേ 625 വെച്ചിട്ട് കൂട്ടിയാൽ ഉത്തരവായി. അതായത് 5 5 10 0 ശിഷ്ടം 1 2 2 4 4 1 5 6 6 12 ഒരു സ്ഥാനം മാറ്റി ഒരു കുത്തിട്ടാൽ 125 എന്ന് വരും. ഇപ്പം മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം 4252. അപ്പം ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റേതാകുമ്പോൾ ടൈം എടുക്കും. ഇത് 4 2 5 2 എന്ന സംഖ്യ അതിനെ അതേ സംഖ്യ കൊണ്ട് 4252നെ പ്ലസ് ചെയ്താൽ 2 2 4 5 5 10 0 ശിഷ്ടം 1 2 2 4 1 5 4 4 8 എന്നിട്ട് ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ നമ്മുടെ ഉത്തരവായി 850.4 കിട്ടും. ഇനി നമ്മളെ ചോദ്യത്തിലോട്ട് കിടക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ 62ൻ്റെ സ്ക്വയർ ചോദിക്കുക. നമ്മൾ എന്താ സ്വാഭാവികമായിട്ട് ചെയ്യുക? 62 × 62 ഇങ്ങനെ ആയിരിക്കും നമ്മൾ ചെയ്യുക. ഇതിനേക്കാൾ നമുക്കുള്ള എളുപ്പമാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് വരണം, കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. 62 ഈ 2നെ താഴോട്ടിറക്കി എഴുതുക. അതായത് ഇതിനെ സ്ക്വയർ ചെയ്യുക. ഇൻറ്റു 2 2 × 2 എത്ര? 4. ഇനി ഇതിനെ ക്രോസ് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 6 × 2 ഇതിനെ 2 കൂടെ വെച്ച് ഇൻറ്റു ചെയ്യണം. ഇത് നമ്മൾ സ്ക്വയർ കാണാൻ വേണ്ടിയല്ലേ, അതുകൊണ്ട്. അതായത് 6 × 2 എത്ര? 12 12 × 2 എത്ര? 24 24 കിട്ടത്തില്ലേ? ഈ കിട്ടുന്ന 24-ലെ 4 ഇവിടെ എഴുതിയിട്ട് ശിഷ്ടം 2 നമുക്കിവിടെ വെക്കാം. മനസ്സിലായോ? ഈ 2 ശിഷ്ടവും പോവും, ഈ 4 ഇവിടെ എഴുതും. അതിനുശേഷം ഈ 6നെ ഇവിടോട്ട് എഴുതുമ്പോൾ 6 × 6 ചെയ്യണം. മനസ്സിലായോ? ഇതിൻ്റെ സ്ക്വയർ എടുക്കണം, ഇതിൻ്റെ സ്ക്വയർ. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുക്കുക. 6 × 6 എന്ന് പറയുമ്പോൾ 36. 36ൻ്റെ കൂടെ നമുക്കൊരു ശിഷ്ടം കിടപ്പുണ്ട് 2 പ്ലസ് 2. അപ്പോൾ എത്രയായി? 38. ആ 38 നമ്മുടെ അവസാനം ഈ 38 ഇവിടെ കൊണ്ട് എഴുതുക. ഇതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം. മനസ്സിലായില്ലേ? അപ്പം 3844 ഇതിൻ്റെ സ്ക്വയർന്ന്, 62ൻ്റെ സ്ക്വയർന്ന് മനസ്സിലായി. ഇനി ഇത് റൂട്ടായിട്ട് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അതായത് 3844ൻ്റെ റൂട്ട് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ 62 നമുക്ക് ഇത് ചെയ്തുകൊണ്ട് അറിയാൻ പറ്റും, അല്ലാതെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗം എന്താണെന്ന് നോക്കിയോ, ശ്രദ്ധിച്ച് നോക്കിയോ. ഇവിടെ ശരിക്കും സ്റ്റെപ്പ് ഉണ്ട്. 3 8 4 4 ഈ ഒരു സംഖ്യയെ നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്കിനി ഈ ടേബിളിൻ്റെ ആവശ്യം വരും. അതായത് ഇപ്പോൾ 44 38 ഇങ്ങനെ 2ആയിട്ട് കിടക്കുക. ഇതിലെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാന്ന് നോക്കണം. ലാസ്റ്റ് ഡിജിറ്റ് ഏതാ? 4. ഇതിൽ 4 ലാസ്റ്റ് ഡിജിറ്റിൽ വരുന്നത് ഏതൊക്കെയുണ്ട്? 2ൻ്റെ സ്ക്വയറിൽ വരും, പിന്നെ 8ൻ്റെ സ്ക്വയറിലും വരും. അതിനാണ് ഞാൻ ഇങ്ങനെ ടേബിൾ കൊടുത്തേക്കുന്നത്. ഈ ടേബിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എവിടെ വരുന്നു മനസ്സിലായി? 2ലും വരുന്നുണ്ട്, 8ലും വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സെക്ഷൻ കഴിഞ്ഞു. നമ്മുടെ ഇവിടുത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് ഇതാണ് നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അവസാനമായിട്ട് വരാൻ പോകുന്ന സംഖ്യ ലാസ്റ്റ് ഡിജിറ്റ് ഏതാണോ അത് ഇതിലേതിലോ ഒന്നാണ്. ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ 8 ആയിരിക്കും. ഇനി 38 എടുക്കുക. 38 എടുക്കുമ്പോൾ ഈ ടേബിളിൽ 38 എവിടെ വരും നോക്കുക. അതായത് ഈ 36ൻ്റെയും 49ൻ്റെയും ഇടയിൽ വരും ഈ 38. അപ്പം അതിൽ ചെറിയത് ഏതാ? 36ൻ്റെ സെക്ഷനല്ലേ. അപ്പം അതിൻ്റെ നേരെയല്ല 6. അപ്പം 6 ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ഡിജിറ്റ്. ഓക്കെ, അതായത് ഫസ്റ്റ് ഡിജിറ്റ് നമുക്ക് 6 ആയിരിക്കും. രണ്ടാമത്തെ ഡിജിറ്റ് നമുക്ക് 2 8 വ്യക്തമല്ല. അത് ഏതാണെന്ന് അറിയണമെങ്കിൽ ഈ കിട്ടിയ 6ൻ്റെ കൂടെ തൊട്ടടുത്തുള്ള മുൻപിലുള്ള സംഖ്യയായിട്ട് ഇൻറ്റു ചെയ്യണം. 6 7 എത്ര? 42. ഈ 42 ഈ പറഞ്ഞ 38-നേക്കാൾ വലുതാണോ ചെറുതാണോ നോക്കുക. അല്ലെങ്കിൽ ഈ 38 എന്ന് പറയുന്ന സംഭവം ഈ ഒരു സംഖ്യ ഈ 42-നേക്കാൾ ചെറുതാണെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ചെറിയ സംഖ്യ എടുക്കുക. വലുതാണെങ്കിൽ ഇതിൽ നിന്ന് വലിയ സംഖ്യ എടുക്കുക. ഇവിടെ ഇപ്പം നമുക്ക് 38 ചെറുത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ സംഖ്യ എടുക്കണം. അങ്ങനെ നമുക്ക് 62 കിട്ടി. മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഒരു ചോദ്യം കൂടെ പരീക്ഷിച്ച് നോക്കാം. ഇപ്പം റൂട്ട് 324 എന്ന് ചോദിച്ചാൽ ഈ 324-നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? ഇങ്ങനെയാണോ സ്പ്ലിറ്റ് ചെയ്യുന്നത്? അല്ല, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഈ 4 എവിടെയൊക്കെ ഉണ്ട്? നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ തന്നെ 2ലും വരാം, 8ലും വരാം. കണ്ടോ? 2ൻ്റെ സ്ക്വയർ 4, 8ൻ്റെ സ്ക്വയർ 64. അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നോക്കിയേ 4 4. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 2ലും വരാം, 8ലും വരാം.
ഇതിന് ട്രിക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി ഇതിലൊന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ സംഖ്യ ഏതാണെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടുപിടിക്കാനാണ് ഞാൻ ഈ ഒരു കോഡ് ഇട്ടേക്കുന്നത്. 2ന്റെ കൂടെ വന്നാൽ അവിടെ 8 കാണും, 4ന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ അത് 6 ഉണ്ട്, 3ന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ അത് 7 ഉണ്ട്. അത് ജസ്റ്റ് ഒരു ട്രിക്കിന് വേണ്ടി ഞാൻ ഓർക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഇവിടുത്തെ സെക്ഷൻ കഴിഞ്ഞു, മനസ്സിലായില്ലേ? 2ലും 8ലും ഉണ്ടെന്ന് മനസ്സിലായി. ഇനി അടുത്തത് 3 ഇതിന്റെ എവിടെ ഇടയിൽ വരും നോക്കണം. അതായത് 1ന്റെയും 4ന്റെയും ഇടയിലാണ് 3 വരുന്നത്, മനസ്സിലായില്ലേ? അതിന് ചെറുതെടുക്കണം. 1ന്റെ നേരെ ചെറുത് ഏതാ? 1 തന്നെ. അപ്പൊ നമുക്ക് യൂണിറ്റ് ഫസ്റ്റ് ഡിജിറ്റ് 1 ആണെന്ന് മനസ്സിലായി. ഇനി നമ്മുടെ ഡൗട്ട് ഏതാ? ഈ 2 ആണോ 8 ആണോ എന്നുള്ളതാണ് ഡൗട്ട്. ഓക്കെ, അപ്പൊ അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേ? ഇതിന്റെ കൂടെ തൊട്ടടുത്തുള്ള ഒരു സംഖ്യയുമായിട്ട് ഇൻറ്റു ചെയ്ത് നോക്കുക. 1 2 എത്ര? 2 തന്നെ. ഈ 2 അതാ ഈ 2 വിട്ടുതരാം. ഈ 3 2വിനേക്കാൾ ചെറുതാണെങ്കിൽ ചെറിയ സംഖ്യയും വലുതാണെങ്കിൽ വലിയ സംഖ്യയും. ഇവിടെ 3 വലിയ സംഖ്യ, അപ്പൊ ഇവിടെ എടുക്കേണ്ട സംഖ്യ വലുത് തന്നെ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 18. മനസ്സിലായല്ലോ? സ്ക്വയർ ചെയ്യുന്ന എങ്ങനെ മനസ്സിലായല്ലോ? റൂട്ട് കണ്ടുപിടിക്കുന്ന എങ്ങനെ മനസ്സിലായല്ലോ? റൂട്ടിന്റെ നമ്മൾ 2 എക്സാമ്പിൾ ചെയ്തു. അപ്പൊ ഇതിന്റെ സ്ക്വയർ 18ആണ്. ഇപ്പൊ 18ന്റെ തന്നെ നമ്മൾ എടുത്തു നോക്കാം. 18ന്റെ സ്ക്വയർ എങ്ങനെയാ കാണുന്നത്? നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ 18 എഴുതുക. 18ന്റെ 8ന്റെ സ്ക്വയർ എടുക്കുക. 8 8 എത്ര? 64. 64ന്റെ 4 ഇവിടെ എഴുതുക. ഓക്കെ, ശിഷ്ടം എത്ര വന്നിട്ടുണ്ട്? 6 വന്നിട്ടുണ്ട്. ഇനി 18 അല്ലേ? 18നെ സെപ്പറേറ്റ് ചെയ്ത് ക്രോസ് ചെയ്യുക. അതായത് 1 ഇൻറ്റു 8 ഇൻറ്റു എത്ര? നമുക്ക് സ്ക്വയർ അല്ലേ കാണണ്ടേ? അപ്പോൾ ഇൻറ്റു ഒരു 2 കൂടെ ചേരണം. ഇത്രയും ചെയ്തിട്ട് ഇനി സ്റ്റെപ്പ് ഉണ്ട്. അതായത് 1 ഇൻറ്റു 8 എത്ര? 8 തന്നെ. 8 ഇൻറ്റു 2 എത്ര? 8 കിട്ടും 16. 16ന്റെ കൂടെ ഏത് ചേർക്കണം? ഈ 6 ചേർക്കണം. 16 6 എത്ര? 22. പ്ലസ് ഒരു 6 ഉണ്ടല്ലോ, അതാണ് ഇങ്ങനെ 22. 22ന്റെ 2 ഇവിടെ എഴുതുക. ശിഷ്ടം എത്ര ഉണ്ട്? ഈ 2 ഉണ്ട്. അപ്പൊ ഈ ശിഷ്ടം 2 ആയിട്ട് ഇവിടെ എഴുതി. ഇനി 1ന്റെ സ്ക്വയർ വെക്കടാ. എത്ര? 1 തന്നെ. 1ന്റെ സ്ക്വയർ എടുത്ത് 1 തന്നെ. 1ന്റെ കൂടി 2 കൂട്ടുമ്പോൾ എത്ര? 3. അപ്പൊ 324. അങ്ങനെയാണ് 18ന്റെ സ്ക്വയർ 324 നമുക്ക് കിട്ടിയത്. മനസ്സിലായോ? മനസ്സിലാകാത്തവർ വീണ്ടും വീഡിയോ ആദ്യം തൊട്ടടുത്തൊന്ന് കാണുക. എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്തു നോക്കുക. കാണുമ്പം പാടായിട്ട് തോന്നുമെങ്കിലും പക്ഷെ ഇങ്ങനെ പഠിക്കുന്നതാണ് ഏറ്റവും എളുപ്പമായിട്ട് വരുന്നത്. ആദ്യം പഠിക്കുമ്പോൾ കുറച്ച് പാടുണ്ടെങ്കിലും പിന്നെ ചെയ്ത് ഏറ്റവും മറ്റേനേക്കാൾ ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാനുള്ള മാർഗ്ഗം ഇത് തന്നെ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.